നമ്മുടെ നാട്ടിൽ ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. രാവിലെ അങ്ങോട്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 6-6:30 ചെറുതായിട്ടൊന്ന് വെയിൽ മാറിക്കിട്ട്. അമ്മ രാവിലെ വെയിലാവുന്നതിന് മുമ്പ് തന്നെ കൊച്ചിന്റെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ അതാ ഇവിടെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. ഇനി എത്ര ദിവസത്തേക്ക് ഇതിങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എപ്പോഴും ഏറെ മുറ്റത്തേക്ക് നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ. അതുപോലെ ചൂടല്ലേ, എന്നാൽ പോലും വാട്ടമാണേ. മഴ എന്തായാലും കിട്ടാതെ ഇതിനൊന്നും ഒരു ഊർജ്ജം ഉണ്ടാകത്തില്ല കേട്ടോ. പൊടി കാരണം ഞാൻ മുറ്റത്ത് കുറച്ച് വെള്ളം തളിച്ചു കേട്ടോ, തൂത്തു വരാൻ വേണ്ടിയിട്ടേ. അപ്പൊ ചെറുതായിട്ടൊന്ന് പൊടി അടങ്ങി കിട്ടൂലോ. അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു കേട്ടോ. അനിയത്തി കല്യാണിയാണ് വിളിക്കുന്നത്. അവളിങ്ങനെ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. കുറേ നേരം വിശേഷങ്ങളൊക്കെ പറയും. അവള് +2 കഴിഞ്ഞതാണ്. ഇപ്പൊ അവള് എൻട്രിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. +2 കഴിഞ്ഞവർക്ക് മാത്രമല്ല, ഡിഗ്രി കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇഷ്ടം പോലെ ജോലി അവസരങ്ങളല്ലേ. ഇത് വെറും 4 മാസത്തെ കോഴ്സേ ഉള്ളൂ കേട്ടോ. അതിന്റെ കൂടെ തന്നെ ജോബ് ഓറിയന്റഡ് പ്രോഗ്രാമും ഇന്റേൺഷിപ്പും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രാക്ടീസ് സെക്ഷനും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് വേണ്ടി ഫ്രീ ആയിട്ട് അവർ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കമന്റ് ചെയ്താൽ മതി.